മുംബൈയിൽ യാത്രാ ബോട്ട് മുങ്ങി 13 മരണം. ദുരന്തം എലിഫന്റ് കേവിലേക്ക് പോയ ബോട്ടിൽ നാവികസേനയുടെ സ്പീഡ് ബോട്ട് ഇടിച്ച്. മരിച്ചവരിൽ നേവി ഉദ്യോഗസ്ഥനും. 99 പേരെ രക്ഷപ്പെടുത്തിയെന്ന് കോസ്റ്റ് ഗാർഡ്. അന്വേഷണം പ്രഖ്യാപിച്ചു നേവി. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി എംപോക്സ് സ്ഥിരീകരിച്ചത് UAE-യിൽ നിന്ന് വന്ന കണ്ണൂർ സ്വദേശിക്ക്. ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. കൂടുതൽ ഐസൊലേഷൻ സംവിധാനം ക്രമീകരിക്കും. അതിർത്തിയിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ ഇന്ത്യ ചൈന ധാരണ. അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രിയും ചർച്ച നടത്തി. നിലനിൽക്കുന്ന അതിർത്തി പ്രശ്നങ്ങളിൽ ചർച്ച തുടരും. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയ്ക്ക് ജാമ്യ വ്യവസ്ഥയിൽ ഇളവ്. ജില്ലാ പഞ്ചായത്ത് യോഗങ്ങളിൽ പങ്കെടുക്കാം. കണ്ണൂർ ജില്ല വിട്ടുപോകാം. തിങ്കളാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന വ്യവസ്ഥയിലും ഇളവ് നൽകി തലശ്ശേരി സെഷൻസ് കോടതി. ക്യാൻസർ വാക്സിൻ വികസിപ്പിച്ച് റഷ്യ. അടുത്ത വർഷം മുതൽ സൗജന്യമായി വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപനം. ട്യൂമർ വളർച്ച തടയുന്ന വാക്സിൻ മറ്റു ഭാഗങ്ങളിൽ ക്യാൻസർ സെല്ലുകൾ പടരുന്നത് പ്രതിരോധിക്കും. സിറിയയിൽ വിമാന സർവീസ് പുനരാരംഭിച്ചു. 43 യാത്രക്കാരുമായി ദമാസ്കസിൽ നിന്ന് അലപ്പോയിലേക്ക് വിമാനം പറന്നു. കുർദിഷ് മേഖലയിലെ ആഭ്യന്തര പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് UN-ന്റെ മുന്നറിയിപ്പ്.